ഹലോ, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വെറൈറ്റിയിൽ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലും. സാധാരണ അവിലൊക്കെ കിട്ടിയാൽ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കുഴച്ച് കഴിക്കും, അല്ലെങ്കിൽ ചായ ഇട്ട് കഴിക്കൂലേ. ഇനി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. ആദ്യം നമുക്ക് നെല്ലുത്തരിൻ്റെ അവിലിട്ടിക്കണേ. ഇനി സാധാരണ പച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് പുതിർത്തി വെക്കണം. പുതിർത്തി വെക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ലോണം വെള്ളം ഒഴിച്ച് പുതിർത്തൊന്നും വേണ്ട, ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് അവിലൊന്ന് കുഴച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഈ ഓയിലിനെ പകരം ബട്ടർ ഇഷ്ടമല്ല കൊടുക്കുകയാണെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. പച്ചക്കറികളായ ക്യാരറ്റും ബീൻസും അതേപോലെ തന്നെ കാബേജും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് ബീട്രൂട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, കോളിഫ്ലവർ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഏത് പച്ചക്കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ആ പച്ചക്കറി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി പച്ചക്കറി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കണില്ല. അപ്പോൾ പച്ചക്കറി വേവാൻ നമുക്ക് അതേപോലെ തന്നെ ഇളക്കിയിട്ട് തന്നെ നമുക്ക് വേവിച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് തികച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളക് ആദ്യം ചേർക്കേണ്ടത് ഞാൻ മറന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്താണ്. ഇനി നമുക്ക് മൂടി വെച്ചാൽ ചെറിയ തീയിൽ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞ് മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ നല്ല പോലെ ഒന്ന് വെന്തിക്കണേ. ഇനി അതിലേക്ക് നമ്മൾ പുതിർത്തി വെച്ച അവിൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുതിർത്തി വെച്ചിട്ട് 5 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ അവിൽ നല്ല പോലെ വെള്ളമൊക്കെ കുടിച്ച് നല്ലൊന്ന് സോഫ്റ്റായി വന്നിക്കണം. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക. ഉപ്പുണ്ടോ നോക്കുക. നമ്മൾ പച്ചക്കറിയിൽ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഉപ്പില്ലെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഇളക്കി കൊടുത്താണ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഉപ്പുമാവ് റെഡി ആയിരിക്കും കേട്ടോ. ഇനി കുട്ടികൾക്കൊക്കെ ലഞ്ചായിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.